നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ ശേഷം കടുത്ത അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ് BRS. തെലങ്കാന സംസ്ഥാനം 10 വർഷം അടക്കി ഭരിച്ച ശേഷമാണ് കഴിഞ്ഞ വർഷം അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRSന് അടിതെറ്റിയത്. ഭരണവിരുദ്ധ വികാരം പ്രയോജനപ്പെടുത്തി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി അധികാരത്തിലേറാൻ സാധിക്കുമെന്ന കെ ചന്ദ്രശേഖര റാവുവിന്റെ പ്രതീക്ഷയാണ് ജനങ്ങൾ തല്ലിക്കെടുത്തിയത്. തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ കരകയറാനാവാത്ത അവസ്ഥയിലാണ് BRS. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BRSൽ നിന്ന് മറ്റു പാർട്ടികളിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് BRS നേതൃത്വം ഇപ്പോഴുള്ളത്. BRS വിട്ട് കോൺഗ്രസിലും BJPയിലേക്കുമാണ് നേതാക്കൾ കൂറുമാറുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BRS മേധാവി കെ ചന്ദ്രശേഖര റാവുവിന്റെ ഇടപെടൽ കുറഞ്ഞത് പാർട്ടിയുടെ നിലവിലെ ദയനീയാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. തെലങ്കാനയിലെ പേടപ്പള്ളിയിൽ നിന്നുള്ള MPയും പ്രമുഖ BRS നേതാവുമായ വെങ്കടേഷ് നേന കോൺഗ്രസിലേക്ക് ചേക്കേറിയതാണ് കൊഴിഞ്ഞുപോക്കിന് തുടക്കമിട്ടത്. ഇതിന് പിന്നാലെ BRSന്റെ 2 സിറ്റിംഗ് MPമാർ BJPയിൽ ചേർന്നു. സഹീറാബാദ് MP രാമലുവും നാഗർ കുർണൂർ MP BB പട്ടീലുമാണ് BJPയിലെത്തിയത്. BRS വിട്ടെത്തിയ BB പട്ടീലാണ് സഹീറാബാദിൽ നിന്നുള്ള BJPയുടെ സ്ഥാനാർത്ഥി. നാഗർ കുർണൂറിൽ ലോക്സഭാ മണ്ഡലത്തിൽ P രാമലുവിന്റെ മകനായ ഭരത് പ്രസാദിനെയാണ് BJP സീറ്റ് നൽകിയിരിക്കുന്നത്. BRSന്റെ മുൻ MPമാരായ ഗോതം നാഗേഷ്, സീതാറാം നായിക് എന്നിവരും അടുത്തിടെ BJPയിലെത്തിയിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BRS ടിക്കറ്റിൽ മത്സരിക്കാൻ ഭൂരിഭാഗം നേതാക്കളും താൽപര്യം പ്രകടിപ്പിക്കുന്നില്ല. BJPയും കോൺഗ്രസും നേർക്കുനേർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BRSന് കാര്യമായ പ്രസക്തിയും വിജയസാധ്യതയും ഇല്ലെന്ന വിലയിരുത്തലാണ് ഇതിന് കാരണം. കെ ചന്ദ്രശേഖര റാവു കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത BRSന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പല നേതാക്കളും പങ്കെടുക്കാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചെവ്വല മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് MPയായ രഞ്ജിത്ത് റെഡ്ഡി അവലോകന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. രഞ്ജിത്ത് അധികം വൈകാതെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറിയേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനും ഗുട്ട സുങ്കേന്ദർ റെഡ്ഡിയുടെ മകൻ അമിത് റെഡ്ഡിയെ നൽഗോണ്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാൻ കെ ചന്ദ്രശേഖര റാവു ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പാർട്ടിയിലെ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് മത്സരിക്കാൻ അമിത് റെഡ്ഡി തയ്യാറാകുന്നില്ല. തെലങ്കാനയിലെ പല BRS നേതാക്കളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ്. BJPയിലേക്ക് പോകണോ കോൺഗ്രസിലേക്ക് ചേക്കേറണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഇവർ. തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ച് കൂടുതൽ BRS നേതാക്കൾ പാർട്ടി വിടുമെന്ന കാര്യത്തിൽ എന്തായാലും സംശയമില്ല. പ്രതാപകാലത്ത് മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ കൂട്ടമായി അടർത്തി മാറ്റിയ BRS ഇപ്പോൾ എതിരാളികൾ അതേ തന്ത്രം പയറ്റുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.